ഇനി നമുക്ക് പയ പച്ചടിയാക്കാം. കപ്പയ്ക്ക അല്ലെങ്കിൽ പപ്പായ, കർമൂസ് എന്നും പറയും. അത് ഇങ്ങനെ മുറിച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കല്ലുപ്പാണ് ഇടുന്നത്, വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക ആദ്യം. ഇത് കുറച്ച് പഴുത്ത് തുടങ്ങിയ കപ്പയ്ക്ക, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ അരപ്പ് തേങ്ങ, കടുക്, പച്ചമുളക്, പിന്നെ ആ വേവിച്ച കപ്പയ്ക്കയും കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം കറിയിലേക്ക്. ഭയങ്കര സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. തേങ്ങ അരപ്പ് ചേർത്തു, കരിവേപ്പില ഇട്ടു. അതിൻ്റെ പച്ച ഇങ്ങനെ തിളച്ചൊരു ടേസ്റ്റ് നല്ലതാണ് കരിവേപ്പില ഇടാം. പിന്നെ കടുക്, തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ആവശ്യത്തിന് മോര് ചേർക്കാം, പുളി അനുസരിച്ച് മോര്. അത്യാവശ്യം നല്ല പുളിയുണ്ട്. മിക്സാക്കി കൊടുക്കാം. മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടാവേ, കാരണം കപ്പക്ക ചെറിയ മധുരമുണ്ട്. പച്ചക്കപ്പൊക്കെ വെച്ചിട്ട് ആക്കാം. നമ്മുടെ വറവ് ചേർക്കാം. അത്രേ ഉള്ളൂ, കറി റെഡിയായി. നല്ല ടേസ്റ്റി കപ്പയ്ക്ക പച്ചടി. ഇതുപോലത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പം അങ്ങനെ പച്ചടി റെഡിയായി. ടേസ്റ്റിയും ഈസിയായ കപ്പയ്ക്ക പച്ചടി.